എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് എൻ്റെ കുറച്ച് അനുമാനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കണ്ടൻറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പേ തന്നെ പറയട്ടെ, ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും ആയിട്ട് ഉള്ളൊരു ചൊരുക്ക് ഇന്നലെ ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ഈ മേയർ ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് ഈ ഡ്രൈവർ അപമര്യാദയായി പെരുമാറി മോശമായ ഒരു ആംഗ്യം കാണിച്ചു. അത് ഈ സംഭവം നടക്കുന്നത് രാത്രിയാണ്. അപ്പോൾ ഈ കാറിലിരുന്ന് പിറകോട്ട് നോക്കിയപ്പോൾ പിന്നാലെ വന്ന KSRTC ബസിന്റെ ഡ്രൈവർ ഒരു അശ്ലീല ചേഷ്ട കാണിച്ചു എന്നാണ് പറയുന്നത്. അതിൽ പോലീസ് അന്വേഷണം നടത്തട്ടെ. പക്ഷേ ഈ യദു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നടു റോഡിൽ വാഹനം KSRTC ബസ്സിന് കുറുകെ ഇട്ടു, സിഗ്നൽ ഗ്രീൻ ആയിരുന്നു, മറ്റു വാഹനങ്ങളടക്കം പോകാൻ തടസ്സമുണ്ടായി. ആ റോഡിൽ വെച്ചൊരു തർക്കം യാത്രക്കാർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഇയാൾ പരാതി കൊടുത്തത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ ഉണ്ടായ സംഭവങ്ങളിൽ മനസ്സിലാക്കുന്ന യദുവിൻ്റെതാണ് ആദ്യ പരാതി എന്ന്. അപ്പോൾ പോലീസ് ആ പരാതിയിൽ നടപടിയൊന്നും എടുത്തിട്ടില്ല, അടിസ്ഥാനരഹിതമായ കൗണ്ടർ പരാതി എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അയാൾ പറഞ്ഞതനുസരിച്ച് കുറുകെ ഇട്ട് ഈ കാർ യാത്രക്കാർ തടസ്സം സൃഷ്ടിച്ചെന്നുമുള്ളതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത്, അല്ലേ അരുൺ? അത്തരത്തിലാണ് മനസ്സിലാവുന്നത്. കാരണം നമുക്ക് മനസ്സിലാവുന്ന ആ ദൃശ്യങ്ങൾ മനസ്സിലാവുന്നത് പിന്നീട് ഗ്രീൻ സിഗ്നൽ വീണു, മറ്റു വാഹനങ്ങൾ കടന്നു പോവുകയാണ്. ഗ്രീൻ സിഗ്നൽ കിട്ടിയതിന് ശേഷം സമീപത്തുള്ള മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അതായത് ഈ ഗ്രീൻ സിഗ്നൽ വീണതിന് ശേഷവും ഈ കാറ് ഈ ബസ്സിൻ്റെ മുന്നിൽ കിടന്നതുകൊണ്ട് ആ ബസ്സിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അത് യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിച്ചു. ഇന്നലെ തന്നെ പറയുന്നുണ്ട്, ഈ MLA പറഞ്ഞു ഇനി ഈ വാഹനം മുന്നോട്ട് പോകില്ല, മറ്റുള്ളവർ പൊക്കോളൂ എന്ന് യാത്രക്കാരോട് പറഞ്ഞു. അങ്ങനെ യാത്രക്കാർ പോയി എന്നൊക്കെ ഇന്നലെ ഈ യദു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ യാത്ര എന്തായാലും ആ ബസ്സിൻ്റെ സർവീസ് അവിടെ വെച്ച് തടസ്സപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് മുന്നോട്ട് പോയില്ല. ഇയാൾ ലഹരി വസ്തുവോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സംശയമൊക്കെ പറഞ്ഞപ്പോൾ ഇയാളെ പോലീസ് കൂട്ടിക്കൊണ്ടു പോവുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് യദു വെളിപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത്, യദുവിനെതിരെ മുമ്പും കേസുകളുണ്ട്, വയലേഷൻ്റെ കേസുണ്ട്. അതുപോലെ സ്ത്രീക്കെതിരെ മോശമായി സംസാരിച്ച 2017 നിയമം പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. പിന്നീട് ആ കേസിൽ അയാളെ വെറുതെ വിടുകയൊക്കെ ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ സംഭവത്തിൻ്റെ വസ്തുത പരിശോധിക്കുമ്പോഴുള്ള കാര്യം മനസ്സിലാവുന്നത്, ഈ പറയുന്നത് എങ്ങനെയാണ് ഈ ബസ്സിലിരുന്ന് ഇങ്ങനെ ചേഷ്ട കാണിച്ച് ഇത്രയും വേഗത്തിൽ പോകുമ്പോൾ അത് എങ്ങനെ കണ്ടു എന്നത് കാര്യം അതൊക്കെ ഇനി പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നീട് യദു പറയുന്ന കാര്യം, ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തന്നെ ഒരു പരാതി എഴുതി നൽകി. ആ പരാതി എഴുതി നൽകിയതിൻ്റെ ഫോട്ടോ എടുത്തു. ആ സമയം നോക്കുമ്പോൾ തന്നെ അത് കൃത്യമാണ് ആരാണ് ആദ്യം പരാതി നൽകിയെന്ന കാര്യം. എന്നാൽ പോലീസ് ആ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ജാമ്യത്തിൽ വിട്ടു. പോലീസിൻ്റെ നിർബന്ധപ്രകാരമാണ് ആ രാത്രി മേയറെ വിളിച്ചിട്ട് മാപ്പ് പറയുകയുണ്ടായത്. പോലീസിന്റെ നിർബന്ധമായ പോലീസ് നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ സംസാരിച്ചതെന്നാണ് യദു ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ വിവാദമായ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. രണ്ടുപേരും ഈ വാഹനം ഓടിച്ചതും അമിത വേഗവും ഓവർടേക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. എവിടെ വെച്ചാണ് ഈ പറയുന്ന റോങ് സൈഡിൽ കൂടി അമിത വേഗത്തിൽ KSRTC ബസ് ഓവർടേക്ക് ചെയ്ത് പോവുകയും അതേ ചൊല്ലി അതിനുശേഷം പിന്നെ മേയർ അപ്പോഴും പറയുന്നത് ആ ഓവർടേക്കിങ്ങിൻ്റെയും സ്പീഡിൻ്റെയും പ്രശ്നമല്ല, ഈ പറയുന്ന ഡ്രൈവർ മോശമായ ആംഗ്യം കാണിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ അത് ഈ പറയുന്ന രാത്രി ഇത്രയും വേഗത്തിൽ പോകുമ്പോൾ അത് വിസിബിൾ ആകുമോ, അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതിനൊക്കെ വിശദമായി പറയുന്ന ഒരു കാര്യങ്ങളാണ്. മാത്രമല്ല, ഒരു പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന കാര്യമെന്ന് പറയുന്നത്, സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ അമിത വേഗത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ പകർത്തി പോലീസിനും അതുപോലെ തന്നെ KSRTC വിജിലൻസ് വിഭാഗത്തിനും MDക്കും ഒക്കെ അയച്ചു കൊടുക്കാം. കാരണം ഒരു മേയറും MLAയുമാണ്. ഒരു പരസ്യമായുള്ള വിചാരണ ഈ സമയത്ത് ആവശ്യമായിരുന്നു എന്നുള്ള കാര്യവും, കാരണം ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അയാൾ എത്ര തരത്തിലാണ് വാഹനം ഓടിച്ചെന്ന കാര്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു പരസ്യമായിട്ടുള്ള വിചാരണ, ഒരു വാഗ്വാദം, അതെല്ലാം ഇവിടെ ഇതിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം അതാണ് അരുൺ. ഇവർ രണ്ടുപേരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്, ആര്യാണെങ്കിലും സച്ചിനാണെങ്കിലും. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഈ വാഹന ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടാൻ വഴികളുണ്ട്. പക്ഷേ ഈ അധികാരപ്രയോഗം നടന്നോ എന്ന സംശയം വരുന്നത് ആ ഘട്ടത്തിലാണ്. ഒരു പൊതുവഴിയിൽ, അതും തിരുവനന്തപുരം നഗരത്തിലെ ഈ സമയമൊക്കെ കണക്കുകൂട്ടിയാൽ വളരെ തിരക്കുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യാൻ പാടുള്ളതാണോ ഈ നഗരമധ്യത്തിൽ വാഹനം നാടകീയമായി റോഡിന് കുറുകെ അടക്കം ഇട്ടുള്ള ഇങ്ങനെയൊരു നടപടി?
തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. കാരണം ദൃശ്യങ്ങൾ പകർത്തി നൽകാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഈ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിക്കാം, പോലീസ് കമ്മീഷണറെ വേണമെങ്കിൽ മേയർക്ക് വിളിച്ചറിയിക്കാം. ആ സമയത്തെല്ലാം ഈ നഗരത്തിൽ പെട്രോളിംഗ് സംവിധാനമുള്ളതാണ്. ആ പോലീസിന് തന്നെ സമയാസമയത്ത് ആ സംഭവത്ത്, കാരണം ഈ പറയുന്ന വാഹനം മേയർ തടഞ്ഞ സ്ഥലത്ത് തന്നെ പോലീസ് യഥാസമയം 24 മണിക്കൂറും പോലീസ് പെട്രോളിംഗ് ഉള്ള സ്ഥലമാണ്. അവിടെ തന്നെ കൺട്രോൾ റൂമിലെ പോലീസ് ഉടൻ വന്ന് ഈ വാഹനത്തെ തടഞ്ഞുകൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കാം. അങ്ങനെയൊക്കെ ഇരിക്കെ, കാരണം ഒരു സാധാരണ പൗരൻ വിളിച്ചു പറയുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പോലീസും മറ്റ് സംവിധാനങ്ങളും ഒരു മേയറോ MLA വിളിച്ചു പറഞ്ഞാൽ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പരസ്യ വിചാരണ എന്ന സംഭവം? മാത്രമല്ല, തടഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, പിന്നെ തടഞ്ഞു എന്ന് പറയുന്നു. മേയർ തന്നെ പറയുന്നു നിങ്ങൾ ദൃശ്യങ്ങൾ നോക്കിയാൽ അക്കാര്യം മനസ്സിലാവുമെന്നു. മേയർ പറഞ്ഞ പ്രകാരം ആ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആ സീബ്ര ക്രോസിന്റെ മുമ്പിലായി ഈ വാഹനം തടഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് ആ വിചാരണ അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യമാണ് വ്യക്തമാവുന്നത്. പിന്നെയാണ് മേയറും ഒപ്പമുണ്ടായിരുന്ന MLAയും ഒപ്പമുണ്ടായവരും സഞ്ചരിച്ചിട്ടുള്ള ആ കാറ് മാറ്റുന്നത്. പിന്നീട് ഈ പറയുന്ന ഭാഗത്ത് ഈ PMG പാളയം ആ കടന്നു വരുന്ന ഭാഗത്തെല്ലാം ഈ ഒപ്പത്തിനൊപ്പം ഈ വാഹനങ്ങൾ 2 ട്രാക്കിലൂടെ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ എവിടെ വച്ചാണ് ഈ പറയുന്ന പ്രകാരം റോങ് സൈഡിൽ കൂടി അമിത വേഗത്തിൽ ഈ വാഹനങ്ങൾ പരസ്പരം കടന്നു പോയത്? ഈ രണ്ടുപേരും 2 വേർഷൻ പറയുകയാണ്. അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഇടത് ഭാഗത്തുകൂടി വളരെ വേഗത്തിൽ കാർ എടുത്തുകൊണ്ട് പോയതാണ് പ്രശ്നമായി മാറിയതെന്ന് ബസ് ഡ്രൈവർ പറയുമ്പോൾ അതല്ല, മറിച്ചാണ് സംഭവിച്ചതെന്ന് മേയർ പറയുന്നു. ആ വാഗ്വാദത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടത് പോലീസാണ്. പക്ഷേ സമയം പോലീസ് പറയുന്നൊരു കാര്യം, സർവീസ് തടസ്സപ്പെടുത്തിയിട്ടില്ല, ഒരു പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് ഈ കേസ് പരാതി നൽകിയത് എന്ന വാദം ഇവിടെ പൊളിയുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ക്ലിപ്പ് കണ്ടു കാണുമല്ലോ. ആ ക്ലിപ്പിനകത്ത് നല്ല രീതിയിൽ പറയുന്നുണ്ട്, നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ എങ്ങനെയാണ് ആ കാറ് കൊണ്ടുവന്ന് നിർത്തിയതെന്നും മറ്റും. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ആണ് സുഹൃത്തുക്കളെ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തത്. അവർ പറയുന്നത് അയാൾ ഒരു അശ്ലീല ചോയോട് കൂടിയ കാര്യങ്ങൾ പറഞ്ഞു, ആംഗ്യം കാണിച്ചു, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറ്റുന്നുണ്ട്. എന്താ കാര്യം, അയാളൊരു സാധാരണക്കാരനായതുകൊണ്ടാണോ എന്തോ ആർക്കും എന്തും സാധാരണക്കാരോട് കാണിക്കാം എന്നതാണോ? എന്താണെങ്കിലും മേയർ പദവി ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് 2-3 ക്ലിപ്പുകളിലേക്കും കൂടെ കടക്കണം. ഓക്കെ, അല്ല, മേയർ അല്ല, ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് പോലും ഒരു വാഹനം തടഞ്ഞു നിർത്താൻ നമ്മുടെ വാഹന നിയമം അനുസരിച്ച് അനുവാദമില്ല. ഒരു വാഹനത്തിന് നമുക്ക് സൈഡ് തന്നില്ല, അല്ലെങ്കിൽ അവർ ഓവർ സ്പീഡ് കാണിച്ചു, അല്ലെ അപകടകരമായ രീതിയിൽ ഓടിക്കുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു പറയാം, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൽ വിളിച്ചു പറയാം. മോട്ടോർ വാഹന ആക്ട് പ്രകാരം അതിന് ഉത്തരവാദിത്ത ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതായത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരെ, പോലീസ്, അവർക്ക് മാത്രമേ വാഹനം തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. ഞാൻ ഇതിനകത്ത് കാണുന്ന ഗുരുതരമായ കുറ്റം എന്ന് പറയുന്നത് ആ യാത്രക്കാരെ ആ ബസ്സിൽ നിന്ന് ആരാണ് ഇറക്കി വിട്ടത്? അങ്ങനെ യാത്രക്കാരനെ ഇറക്കി വിടാൻ ആർക്കും അധികാരമില്ല. പകരം ഒരു ഡ്രൈവറെ വിട്ടിട്ട്, വേണമെങ്കിൽ ഇപ്പൊ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ഒരു ഡ്രൈവറാണെന്ന് സങ്കല്പിക്കുക, യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് ആ യാത്രക്കാരെ മറ്റു വാഹനത്തിൽ കയറ്റിവിടും, അല്ലെങ്കിൽ പകരം ഒരു ഡ്രൈവറെ ഏർപ്പാട് ചെയ്യുക ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ വളരെ മഹത്വമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ ആരെയും ഇറക്കി വിടാൻ അവകാശമില്ല. പിന്നെ ഇതിനകത്ത് ഈ ഡ്രൈവർ പറയുന്നു ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ നൽകണം. തൃശ്ശൂർ മുതൽ വാഹനം ഓടിച്ചു വരുന്നു, എങ്ങനെയെങ്കിലും ഡ്യൂട്ടി അവസാനിപ്പിച്ച് വീട്ടിൽ പോകാനുള്ള ശ്രമമായിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് കേസിന്റെ ബലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള ചേഷ്ട കാണിച്ചു എന്ന് ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞതായിരിക്കാം. എന്തായാലും മേയർ കുറെ ശ്രീ ഡിജോ കാപ്പൻ, ഈ കേസിന്റെ ബലം എന്ന് പറയുമ്പോൾ മറ്റൊരു വാദവും അവർ ഉന്നയിക്കുന്നില്ല. അവര് ഇപ്പോ ഇന്ന് രാവിലെ പോലും പറഞ്ഞത് മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ ഈ തടഞ്ഞതൊക്കെ നിങ്ങൾ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു, പക്ഷേ ഒരു സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയ അത്തരം മര്യാദകേട് കാണിച്ചത് കൊണ്ടാണ് നിയമ നടപടി എന്നുള്ളത് മാത്രമാണ് അവർ ഇന്ന് ഊന്നി പറയുന്നത്. അല്ല, നമുക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ അതിന്റെ ദൃശ്യങ്ങൾ ഇനിയും കൂടുതൽ ലഭിക്കും. അവിടെ മോട്ടോർ വാഹനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെയോ പോലീസിന്റെയോ ഒക്കെ ക്യാമറകളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സ്വകാര്യ വ്യാപാര സ്ഥാപനങ്ങൾ വെച്ചിരിക്കുന്ന ക്യാമറകളുണ്ട്. ആ ദൃശ്യങ്ങൾ മേയറോടെന്നല്ല,
ഏതൊരു സ്ത്രീയോടാണെങ്കിലും അല്ലെ ഒരു ഇന്ത്യൻ പൗരനോട് ഒരു ഡ്രൈവർ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവറെ യാതൊരു കാരണവശാലും കോർപ്പറേഷൻ സംരക്ഷിക്കരുത്, നിയമപരമായി നടപടി സ്വീകരിക്കണം. അല്ലാതെ ആ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരാതെ ആ ഡ്രൈവറെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ഗുരുതരമായ നമുക്ക് ആ KSRTC ഡ്രൈവറുമായുള്ള നടുറോഡിലെ തർക്കത്തിൽ തിരുവനന്തപുരം മേയറുടെ വാദം പൊളിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് കുറുകെയിട്ടതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ബസ് തടഞ്ഞില്ല എന്നായിരുന്നു ആര്യ രാജേന്ദ്രന്റെ വാദം. ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും മേയർക്കും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവിനുമെതിരെ പോലീസ് കേസെടുത്തില്ല. അല്ല, ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. ബസ്സിന് കുറുകെ മേയറും സംഘവും കാറിട്ട് ട്രിപ്പ് മുടക്കിയെന്നായിരുന്നു ഡ്രൈവർ യദുവിന്റെ പരാതി. തുടക്കം മുതൽ മേയർ ഇത് നിഷേധിച്ചു. എന്നാൽ മേയറുടെ വാദം പൊളിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ട്രാഫിക് സിഗ്നലിൽ മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് കുറുകെ ഇട്ടിരിക്കുന്നു ദൃശ്യങ്ങളിൽ. ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചതിനൊപ്പം ലഹരി പദാർത്ഥം ഉപയോഗിച്ചെന്ന പുതിയ പരാതി കൂടി മേയർ ഉന്നയിക്കുന്നു. പക്ഷേ തർക്കത്തിന് പിന്നാലെ നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ ഇത് കണ്ടെത്താനായില്ലെന്ന് പോലീസ്. ശനിയാഴ്ച രാത്രി നടന്ന തർക്കത്തിൽ ഡ്രൈവറുടെ പരാതി പൂർണ്ണമായും തള്ളി കന്റോൺമെന്റ് പോലീസ് മേയർക്കൊപ്പമായിരുന്നു. മേയറുടെ പരാതിക്ക് കൗണ്ടർ പരാതിയാണ് ഡ്രൈവറുടേതെന്നാണ് പോലീസ് വാദം. വാഹനം കുറുകെ ഇട്ടിട്ടില്ലെന്ന് വിശദീകരിച്ച പോലീസും CCTV ദൃശ്യങ്ങൾ വന്നതോടെ വെട്ടിലായി. നമ്മൾ സാധാ ജനമായതുകൊണ്ട് ഇപ്പം ഞാനൊരു കളക്ടറായിരുന്നെങ്കിൽ ഇപ്പം മേഡത്തിന് മുമ്പ് എൻ്റെ പരാതി എടുത്തേനെ. ഞാനിപ്പോൾ സാധാ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. ഞാൻ ഒരു സ്ഥിര ജീവനക്കാരനാണെങ്കിൽ എന്നെ ടെർമിനേറ്റ് ചെയ്തേനെ. അപ്പം തന്നെ പറഞ്ഞു വിട്ടെ. താൻ ആദ്യം പരാതി കൊടുത്തിട്ടും പോലീസ് കേസ് എടുത്തില്ലെന്നാണ് യദു പറയുന്നത്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും സിഗ്നലിൽ വാഹനം കുറുകെയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും കേസെടുക്കാൻ വകുപ്പുണ്ടായിട്ടും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. മേയറുടെ വാഹനം ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തുവെന്ന ഡ്രൈവറുടെ പരാതി തെളിയിക്കുന്ന ദൃശ്യം കിട്ടിയിട്ടില്ല. ഒപ്പം ഡ്രൈവർ അശ്ലീലാംഗം കാണിച്ചെന്ന മേയറുടെ പരാതി വ്യക്തമാക്കുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടില്ല. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് യദുവിനെതിരെ 2 കേസുകൾ നേരത്തെയുണ്ട്. ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയതിന് നേമം പോലീസും കേസെടുത്തിരുന്നു. പക്ഷേ ഈ കേസിൽ യദുവിനെ വെറുതെ വിട്ടു. യദുവിനോട് ഇന്ന് ഡ്യൂട്ടിക്ക് ഹാജരാകണമെന്ന് KSRTC നിർദ്ദേശിച്ചു. MD-യുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കാനാണ് ഗതാഗത മന്ത്രിയുടെ തീരുമാനം. ബസ്സിലെ യാത്രക്കാരോടും MD സംസാരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നടുറോഡിൽ KSRTC ഡ്രൈവറുമായി തർക്കം ഉണ്ടായതിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. വിഷയത്തിൽ KSRTC MD ഇന്ന് ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഈ വിഷയത്തിൽ ഡ്രൈവറുടെ മൊഴി, അതുപോലെ തന്നെ ആര്യയുടെ നിലപാട്, ഇതെല്ലാം എങ്ങനെ പരിഹരിക്കാനാണ് ആലോചിക്കുന്നത്? വേണു, പൊതുനിരത്തിൽ KSRTC ഡ്രൈവർ അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്നതാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസാണ് ഡ്രൈവർ യദു എല്ലച്ചിനെതിരെ കേസെടുത്തത്. തുടർന്ന് ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ ഡ്രൈവറെ വിട്ടയക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ അല്പസമയത്തിനകം തന്നെ മേയർ ആര്യ രാജേന്ദ്രനിൽ നിന്ന് കന്റോൺമെന്റ് പോലീസ് മൊഴിയെടുക്കും. പൂജപ്പുരയിലെ വീട്ടിലെത്തിയായിരിക്കും ആര്യയിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു നിലപാട്, ഒരു സമീപനമാണ് ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് മേയറുടെ ആരോപണം. അതേസമയം ഈ ഡ്രൈവറും ഈ യാത്ര തടസ്സപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇതുവരെയും നടപടി എടുത്തിട്ടില്ല. ഇതിൽ പോലീസ് നൽകുന്ന വിശദീകരണം, മേയറുടെ പരാതിയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഡ്രൈവർ അത്തരത്തിലൊരു പരാതി നൽകിയത് എന്നതാണ് പോലീസ് പറയുന്നത്. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഈ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ ഒരു കേസ് എടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതേസമയം ഈ വിഷയത്തിൽ KSRTC ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തേടിയിരുന്നു. വിജിലൻസ് വിഭാഗത്തോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിജിലൻസ് വിഭാഗം KSRTC MD-ക്ക് ഇതിനോടകം തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ റിപ്പോർട്ട് KSRTC MD ഗതാഗത മന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഈ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നടപടികൾ ഡ്രൈവർക്കെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനം വരൂ. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ആര്യ രാജേന്ദ്രൻ മേയർ പദവി ദുരുപയോഗം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ
പബ്ലിക്കായിട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വൻ സമൻ ഫ്രം